ഹലോ ഗായ്സ്, അപ്പം നല്ല മഴക്കാലമൊക്കെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബോഗൺവില്ലകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്താലോ എന്ന്. എല്ലാവരുടെയും പരാതിയാണ് ഈ കുഞ്ഞ വഴിയിൽ എന്തോരം ചെടിയാണ് ഇവൻ കാട് പോലെ വെച്ച് പിടിപ്പിച്ചേക്കണേന്ന്. അപ്പോൾ എല്ലാവരുടെയും പരാതിക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടിയും വെട്ടോത്തിയും കത്രികയൊക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ അതേ പള്ളിയിൽ പോയി വന്ന വശം തന്നെ ഞാൻ നല്ല ഫ്രഷായിട്ട് ഇറങ്ങിയൊക്കെയാണ് എൻ്റെ ബോഗൺവില്ലകളൊക്കെ ഒന്ന് വെടുപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോണ ആൾ ഇവിടെ ഉണ്ട്. ആൾക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും, ഉറപ്പാണ്. അപ്പോൾ ആരാന്ന് ആ ആൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ആൾ കമൻ്റൊന്നും ചെയ്യത്തില്ല, പക്ഷെ ആൾക്ക് എന്തായാലും നല്ല ഹാപ്പിയാവും. അപ്പോൾ ഞാൻ പണിയെടുക്കണ കാരണം തോന്നുന്നത് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ടില്ല. ഞാൻ എന്തായാലും എൻ്റെ പണിയിൽ വ്യാപൃതനാണ്. എല്ലാ കൊമ്പും ഞാൻ വെട്ടി നല്ല വെടുപ്പാക്കുന്നുണ്ട്. ബോഗൺവില്ല ഇങ്ങനൊരു പ്രൂണിങ് എന്തായാലും ഞാനിവിടെ ചെയ്തിട്ടില്ല. അത്രയും കാര്യമായിട്ട് ഞാൻ പ്രൂൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രൂൺ ചെയ്യുമ്പോഴും കടയൊന്നും ഇളകാണ്ടാണ് ഞാൻ പ്രൂൺ ചെയ്യണേ. എന്തായാലും പ്രൂണിങ് കെങ്കേമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് തന്നെ പ്രൂൺ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് കൂട്ടായിട്ട് അപ്പുറത്തെ വീട്ടിൽ ദിവേകും ദീക്ഷിത്തും എന്നെ ബോറടിപ്പിക്കാതെ എന്നോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് തന്നെ പ്രൂൺ ചെയ്യുന്നുണ്ട്. എല്ലാ ബോഗൺവില്ലകളും ഞാൻ നല്ല കാര്യമായിട്ട് ഞാൻ പ്രൂൺ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത് അടുത്ത സീസണിൽ ബോഗൺവില്ല കാര്യമായിട്ട് തന്നെ പൂവിടണം. അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ഇത്രയും കാര്യമായിട്ട് ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലെ ബോഗൺവില്ലകളാണ്. ഒരു 10-12 ചട്ടിയോളം ബോഗൺവില്ലകളുണ്ട്. ചട്ടിയിലെല്ലാം ഞാൻ ഗ്രോ ബാഗിലാണ് ബോഗൺവില്ല വെച്ചേക്കണേ. ഇത്രയും ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലും കൂടിയും പ്രൂൺ ചെയ്യാനുണ്ട്, അതും പ്രൂൺ ചെയ്യണം. ഇപ്പം മഴയ്ക്കൊരു ശമനമൊക്കെ ഉണ്ട്. ഇനി ഈ സൈഡിലും പ്രൂൺ ചെയ്യണം. ഇവിടെ പിങ്ക് കളറിൽ ബോഗൺവില്ലകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതേ വീണ്ടും മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മഴയ്ക്കൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇതൊരു അടിപൊളി ബോഗൺവില്ലയാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ധാരാളം പോകുന്നൊരു ഡാർക്ക് പിങ്ക് കളറിലുള്ളൊരു ബോഗൺവില്ലയാണ്. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം നിറയെ പൂ തന്നിട്ടുണ്ട് ബോഗൺവില്ലയായിരുന്നു. അപ്പോൾ ഇനി വെട്ടാൻ പോകുന്ന ലാസ്റ്റ് ബോഗൺവില്ലയാണ്. ഒരു ഹൈബ്രിഡ് വൈറ്റ് ബോഗൺവില്ലയാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ബോഗൺവില്ല. മഴ കുറച്ചധികം പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ബോഗൺവില്ലയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബോഗൺവില്ല പ്രൂണിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതേ മുട്ടിയും വെട്ടുകത്തിയും കത്രികയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വരികയാണ്. ഇനി നമുക്ക് വൃത്തിയാക്കാനുണ്ട് നമ്മുടെ വഴി നിറയെ പ്രൂൺ ചെയ്ത ബോഗൺവില്ലയുടെ കൊമ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മഴ മാറിയിട്ടാണ് വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൂണിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ ബോഗൺവില്ലയുടെ പ്രൂണിങ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.